കെനിയയിൽ നിന്ന് ജോർജ് ടി എബ്രഹാം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ടി എബ്രഹാം, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ അപകടത്തിൻ്റെ വാർത്ത അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്? ഇത് ഇന്നലെ 4 മണിക്ക് സംഭവിച്ച 4:30 ആയപ്പോൾ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണ്. കെനിയ ടൈം ബസിന്റെ കൺട്രോളിലെ ബ്രേക്ക് ഫെയിലിയർ ആയി. ആ ഒരു സ്ലോപ്പിൽ വന്ന് കൺട്രോൾ പോയി, ബസ് മറിഞ്ഞ് അങ്ങനെ ഉണ്ടായത് ഒരു ആക്സിഡന്റ് ആണിത്. ഇതില് 28 ആൾക്കാരുണ്ടായിരുന്നു. ഇതില് 5 പേര് മലയാളികള്, 5 സ്ത്രീകളില് 3 അഡൾട്ട് ലേഡീസും 2 കുട്ടികളുമാണ് മരിച്ചത്. അപ്പോ നമ്മൾ ഇവരെ ഇവിടുന്ന് ഇപ്പോ ഇവാക്യുവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ 5 പേരെ ഇപ്പം എയർ ഇവാക്യുവേഷൻ ചെയ്തു, നെയ്റോബിയിൽ എത്തിച്ചു. ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. ബാക്കിയുള്ളവരെ എല്ലാം ആംബുലൻസ് വഴി നമ്മൾ അവരെ നെയ്റോബിയിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. മരിച്ചുപോയവരുടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ ഈ അപകടം നടന്ന സ്ഥലം, താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് അകലമുണ്ടോ? ഞങ്ങളിപ്പം അപകടങ്ങൾ നടന്ന 3 ഹോസ്പിറ്റലുകളിൽ രാവിലെ തൊട്ട് സന്ദർശിക്കുകയാണ്. ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ്. നെയ്റോബിയിൽ നിന്ന് ഒരു 170 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണിത്, ഞഹൂറൂറു എന്ന് പറഞ്ഞ സ്ഥലം. ഇത് മസായി മാരയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു റൂട്ടാണ്. അപ്പോ അവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ നിലവില് ഈ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുകയാണ്. ഓക്കെ. അല്ല, ഈ ചികിത്സയിലുള്ളവരുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവരൊക്കെ അപകടനില തരണം ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാമോ? അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. എല്ലാവരും സ്റ്റേബിൾ ആണ്. കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയവരെല്ലാം നമ്മൾ ഇവിടുന്ന് നെയ്റോബിയിലേക്ക്, നല്ല ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തു. അവർക്ക് അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഒരു വ്യവസ്ഥ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ ഇപ്പോൾ എത്ര ആളുകളുണ്ട്? സോറി, ആശുപത്രിയിൽ ഇപ്പോൾ എത്ര ആളുകളുണ്ട്? ചികിത്സ തേടി എത്തിയവരെ എത്ര പേരുണ്ട്? മൊത്തം 28 പേരായിരുന്നു വന്നത്. അതിൽ 5 പേര് മരിച്ചു. അവരിപ്പോ ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ബാക്കിയുള്ളവര് 2 വ്യത്യസ്തമായ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റഡ് ആണ്. അതില് നമ്മളിപ്പം 5 പേരെ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ നമ്മൾ ബൈ റോഡ് ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. അവരെ എല്ലാം ഇന്ന് തന്നെ നമ്മൾ നെയ്റോബിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മരിച്ചവരുടെ ബന്ധുക്കൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നോ? അതിന്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സോറി, എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല. ഞങ്ങൾ വളരെ ബിസിയായി പോയി ഇവിടെ ഈ ഒരു കേസുമായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫാമിലീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമോ സന്ദർഭമോ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന സേവനം വലിയ കാര്യമാണ്, ജോലറ്റ് എബ്രഹാം. താങ്ക് യു. കെനിയ മലയാളി അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് ജോലറ്റ് എബ്രഹാം. ശരിക്കും ഈ മരിച്ച 6 പേരിൽ 5 പേരും മലയാളികളാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. തിരുവനന്തപുരം സ്വദേശി ഗീത ഷോജി ഐസക് 58 വയസ്സ് പ്രായമുണ്ട്. തൃശ്ശൂർ പവറട്ടി സ്വദേശിനി ജസ്ന കുറ്റിക്കാട്ടിച്ചാൽ 29 വയസ്സ് പ്രായമുണ്ട്. ജസ്നയുടെ 18 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞും ഇതിൽ മരിച്ചു. അതുപോലെ ഒറ്റപ്പാലം സ്വദേശികളായ റിയ ആൻ, ടൈറ എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. റിയയ്ക്ക് 41 വയസ്സും ടൈറയ്ക്ക് 8 വയസ്സുമാണുള്ളത്. ഈ സംഘം സഞ്ചരിച്ച വാഹനം വടക്കുകിഴക്കൻ കെനിയയിലെ നാൻറൂവ പ്രവിശ്യയിലെ ഹിച്ചാക്കോയിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായി താഴ്ചയിലേക്ക് മറിയുകയും വളരെ കൂടുതൽ തവണ കീഴ്മേൽ മറിയുകയും ചെയ്തു. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. എന്നാൽ അവർ അപകടനില തരണം ചെയ്തു എന്നാണ് ജോലറ്റ് എബ്രഹാം അല്പം മുമ്പ് നമ്മോട് പറഞ്ഞത്. എന്തായാലും അവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് വേഗം മടങ്ങി വരട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ കുടുംബം, ദുഃഖിതരായിപ്പോയ ഈ കുടുംബം, പെട്ടെന്ന് ഈ 6 പേരുടെ മരണവാർത്ത കേൾക്കേണ്ടി വന്ന കുടുംബത്തിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ നേരുകയാണ്.